എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സ്കിന്ന് എവിടെ പോയെന്ന് നിങ്ങൾ ചോദിച്ചിട്ട് ഇതാണ് എൻ്റെ സ്കിന്ന്. അയ്യോ, ഇപ്പം ഞാൻ ഏതല്ലെങ്കിലാണ് നിങ്ങൾക്കറിയാമോ? സോംബി എന്തൊക്കെ ഉള്ളത്. ഇപ്പം ഞാൻ നെതറൈറ്റ് ഫുൾ സെറ്റ് ഐലൻഡ് ചെയ്യാണ്. ഈ ഐലൻഡ് നമ്മൾ ടീ ടൈറ്റൻസിൻ്റെ ടവർ ഉണ്ടാക്കാൻ പോവുകയാണ്. ടീ ടൈറ്റൻസ് കണ്ട ആൾക്കാർക്ക് അറിയായിരിക്കും ടീ ടൈറ്റൻസ് ആരാണ്. അവർ ടവർ ഉണ്ടാക്കാൻ പോവാണ്. അവിടെ ഒരു സൈസുള്ള സൂപ്പർ ഹീറോ ആണ്. എവിടാണ്ടൊക്കെ അറ്റാക്ക് ഇട്ടുണ്ട്. കണ്ടോ മറ്റേ ഇവരിങ്ങനെ ഫുഡ് സ്റ്റെപ്പും അര ഫയറിട്ട് അര ഹിറ്റ്സ് അങ്ങനെയൊക്കെ. ഇനി നമുക്ക് മറ്റേ ഇല്ലാതെ ഞാൻ ഉണ്ടാക്കി ക്യാപ്ഷൻസ്. ഇനി നമുക്ക് ഇവിടെ ഞാനായിട്ട് ടീ ടൈറ്റൻസിൻ്റെ ടവർ ഉണ്ടാക്കാം. ബെഡില്ല, അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാത്തത്. എൻ്റെ സ്കിന്ന് ഞാൻ പിന്നെ കാണിക്കാം. ഈ ടവർ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഈ 4 കുട്ടി സാധനങ്ങൾ മരുന്നാണ്. എത്ര ആൾക്കാരാണ് ഇത്? എന്തൊരു കഷ്ടോ, ഉണ്ടാക്കാൻ പറ്റില്ല മനുഷ്യന്. ഇത്രയും പറ്റി സാധനങ്ങൾ മതിയെന്ന് ടവർ ഉണ്ടാക്കാൻ. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ടവർ ഉണ്ടാക്കാനുള്ള സാധനങ്ങളുമായിട്ട് പോയി ടവർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ടവറിൻ്റെ വീതി ഇങ്ങനെയായിട്ടാണ് എൻ്റെ ടവർ ഉണ്ടാക്കാനുള്ള പ്ലാന്. ഇത് കുറച്ച് പുല്ലും പോച്ചയെല്ലാം വെട്ടിയെടുക്കണം. അതിന് പുല്ലും പോച്ചയൊക്കെ വെട്ടിയെടുത്തിട്ട് ഇതൊന്നും ബ്ലോക്കൊന്നുമില്ല. എനിക്ക് വേറെ എനിക്ക് പുതിയ ബോട്ടി ഹാൻഡ് ബ്രേക്കിങ് പവർ 2. നമുക്ക് ഇതിനായിട്ട് ഉള്ള ഈ പോച്ചയെല്ലാം വെട്ടാം. ഇൻവെർട്ടർ ഫുള്ള് നിറഞ്ഞു ചപ്പും ചവറും പൊട്ടി. ഇത് കഷ്ടമോ എനിക്ക്. ഞാൻ കഷ്ടപ്പെട്ട് ഇതിൽ ഐലൻഡെല്ലാം ഞാൻ എടുത്ത് ചെയ്തു. തന്നെ എനിക്ക് ക്രീപ്പറും വന്ന് പൊട്ടി. എന്തായാലും ഈ ഡോറിൻ്റെ ഒരാളിൽ 2 പേരുടെ കാലൊക്കെ കാണാൻ എന്തൊരു കഷ്ടമാണോ എന്നെ കൊണ്ടൊക്കെ. ഇറങ്ങി ഒരു പട്ട ഡെറ്റ് മതി. ഇനി ഇവിടെ ഇങ്ങനെ ആയിട്ടാണ്ടോ ഡെറ്റ് ഉണ്ടാക്കി. ഇപ്പോൾ ഫുള്ള് ഞാൻ പ്രൂഫ് ചെയ്യാൻ പോകും. പിന്നെ ഒന്നും നോക്കുന്നില്ല. ടോർച്ച് ഉണ്ടായിരുന്നു, നേരത്തെ ടോർച്ച് ചെയ്യണം. അതുപോലെ ചെയ്യുന്നില്ല. ടോർച്ച് ചെയ്യാൻ പിന്നെ പോയി ഇതിനെടുത്ത്. ഇത് വേറൊരു ഇത് ഞാൻ ഉണ്ടാക്കിയ ഐലൻഡ് അല്ല. ഞാൻ കുറേ സാധനങ്ങളായിട്ട് വന്നു. ഞാൻ ഇനി ഒരു ഐലൻഡ് ഉണ്ടാക്കണമല്ലോ. ഇത് വെള്ളത്തിനടുക്ക് ഒരു ഐലൻഡ് കിട്ടത്തില്ലല്ലോ എന്ന് പറഞ്ഞു നോക്കി വന്നപ്പോൾ അതാണ്ടിരിക്കുന്നു ഒരു ഐലൻഡ്. എന്തായാലും ഭാഗ്യമുണ്ട്. ഈ ടൈറ്റൻസ് ടവർ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ടൈറ്റൻസ് ടവർ ഇരിക്കുന്നത് ഒരു ഐലൻഡിൻ്റെ അടുത്താണ്. നിങ്ങൾക്ക് ടൈറ്റൻസ് ടവർ കാണണമെന്നുണ്ടെങ്കിൽ TV എടുത്ത് മറ്റേ എന്ത് ഇല്ലാതില്ലേ എന്ത് ഒരു TV ഓണാക്കിയിട്ട് റിമോട്ട് എടുത്തിട്ട് സൺ HD ഡിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 3 6 8 അടിച്ചാൽ മതി. ആ സംഖ്യ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റൻസിൻ്റെ ഷോ കാണാം. ചിലപ്പോൾ ഒക്കെ ബെൻഡനാണ്. എൻ്റെ ടിവിയിൽ ഇപ്പോൾ ഇട്ടേക്കുന്ന ടൈറ്റൻ ബെൻഡനാണ്. ഇപ്പോൾ രാവിലെ ഞാൻ ഇത് വീഡിയോ ഇരിക്കുന്നത്, അതുകൊണ്ട് അത് കണ്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പരസ്യമായി. നമുക്ക് പോയിട്ട് ഉണ്ടാക്കാം.
ആ ലീവ്സിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു ലോഗുണ്ട്. ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഏണ്ട ഫുൾ ലോഗ് പൊളിച്ചെടുക്കണം. കഴിക്കാൻ കിട്ടൂല്ല. ഞാൻ വരണമായിരിക്കില്ലേ 2 ട്രഷർ കണ്ടുപിടിച്ച് 2 എണ്ണം. ഈ 2 ട്രഷറിൽ നിന്ന് കുറേ അധികം കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. എല്ലാം അവിടെയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിന് കുറച്ച് ടോർച്ച് അടിച്ച് മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെയായിട്ട് നമുക്ക് വലിയൊരു ടൈറ്റാൻസിൻ്റെ ടീ ഉണ്ടാക്കാം. ഞാൻ ഈ ടീയുടെ ബോർഡർ ഉണ്ടാക്കുന്ന ഇതും കൊണ്ടാണ് എന്ത് വരുന്നത്, കോഴ്സ് ബ്ലോക്കും കൊണ്ടാണ് 1 2 3 4 5 6 7 പോളിഷഡ് എടുത്തതിന് 8 9 10 പോളിഷഡ് കോപ്പി മറ്റേ കോഴ്സ് ബ്ലോക്ക് എടുത്തതന്നെ. അതെനിക്ക് അറിയത്തില്ല ഇങ്ങനെ വെച്ചാൽ, പക്ഷേ വേണ്ട എന്താ പോലെ അത് കാണുമ്പോൾ. ഇതാണെങ്കിൽ വലിയ നല്ലൊരു ഡിസൈനുണ്ട്. കണ്ട ബൗണ്ടറി രണ്ടും കണക്റ്റ് ആവുന്നുണ്ട. മറ്റേ പോളിഷിലാണെങ്കിൽ വലിയ കണക്റ്റഡ് ഇല്ല. ഇപ്പം എത്ര ബ്ലോക്കായി ഞാൻ വെച്ച്? 1 2 3 4 5 6 8 9 10 1 2 3 4 5 6 7 8 9 10 10/10 ഇതെങ്ങനെ ഇവിടുത്തെ ഇതെങ്ങനെ കണക്റ്റഡ് വലിയൊരു ടീ കിട്ടി. ടൈറ്റൻസ് ടവർ ഞാൻ ഉണ്ടാക്കത്തില്ലായിരുന്നു എന്താ പോലെ. 3 ദിവസം വീഡിയോ ഇടാതെ ഈ നെതറൈറ്റ് ആർമർ ആയതിന് സോറി. കുറച്ചും കൊണ്ട് കോഴ്സ് ബ്ലോക്ക് എടുത്ത് വെച്ചേക്കാം. ആവശ്യം ഒരു ഉറപ്പാണ്. ഇനി എയർപോർട്ട് ഒരു സ്റ്റാക്ക് ബ്ലോക്ക് കൊണ്ട് പോകണം. ഇപ്പം എത്ര സ്റ്റാക്ക് എടുത്ത് ഞാൻ? 29 ബ്ലോക്കാണ്. ഒരു സ്റ്റാക്ക് ബ്ലോക്ക് എയർപോർട്ട് കൊണ്ടുപോകണം. 1 2 3 4 5 6 7 8 9 10 ഇത് ഫുള്ള് ഒരു സ്റ്റാക്കുണ്ട്. ഇത് ഫുള്ള് വെച്ചിരിക്കണം. ഒരു സ്റ്റാക്ക് വേണ്ടായിരുന്നില്ലേ? 29 എണ്ണമാണ് വയ്ക്കാം. സൈഡിൽ വയ്ക്കാം. 38 ബ്ലോക്ക് ഉണ്ട്. 3 4 5 6 7 8 9 10 ഫാളി. ഇത്രയും മതി. ഈ ഒരു രീതി ടീ മതി. ഇത് നമുക്ക് ഇങ്ങനെ 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 ഇത്രയും ദൂരം നീളം മതി. എന്നിട്ട് എന്താ അവിടോട്ട് പോയി കണക്റ്റ് ആക്കണം. മുമ്പിലോട്ട് വെച്ച് ബ്ലോക്ക് മുമ്പിലോട്ട് നോക്കി ബ്ലോക്ക് വെക്കാൻ പറ്റും. നല്ലത്. ഒരു ബ്ലോക്കിന് താഴണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു കോളം വരയ്ക്കണം. കോളം വച്ചിട്ട് സ്പില്ലും ആക്കണം. ഇവിടെ ഇങ്ങനെയായിട്ട് ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് അങ്ങോട്ട് പോയി അവിടെയും പോയി കണക്റ്റ് ആക്കണം. അവിടെയും പോയി കണക്റ്റ് ആക്കുമ്പോൾ എല്ലാം ശരിയാവും. എൻ്റെ അടിയിലോട്ടൊക്കെ ഞാൻ കുറച്ച് ബ്ലോക്ക് വെച്ച്
ബ്ലോക്കും പൊട്ടിക്കുക. ഇവിടെ ഇങ്ങനെയായിട്ട് ഫുള്ള് കണക്റ്റാക്കി ഇതിൻ്റെ മേലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. എനിക്കൊരു റെയ്ഡ് ഫാമൊക്കെ ഉണ്ടാക്കണം. ടോട്ടോ ഒപ്പിക്കാൻ, ടോട്ടോവും എമറാൾഡും ഒപ്പിക്കാൻ. ഇപ്പം ഞാൻ എമറാൾഡൊക്കെ ഒപ്പിക്കാൻ അയൺ ഫാമിൽ പോയി FK. അയൺ ഫാമിൽ ദൂരെ ആയതുകൊണ്ട് ഒരു വട്ടം FK ഇന്നാൽ തന്നെ കുറേ സമയം എടുക്കും. തെക്കേല വടക്കത്തെ സൂര്യനുദിച്ചെല്ല് പതിഞ്ഞാണ്ട് പാടത്തെ ചെല്ല്. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങണം. MG ചെയ്യാൻ വേണ്ടി വാട്ടർ ബക്കറ്റ് ഉണ്ടോ നോക്കാം. ഉണ്ട്. ഞാനൊരു MG കാണിക്കാം. ഇത് 360 MG, ലോകത്താർക്കും പറ്റാത്ത MG. ഇവിടുത്തെ ഈ രൂപം നോക്കട്ടെ. ഫ്രണ്ട് എന്തായാലും അങ്ങോട്ടല്ലേ വരണം. ഇത്രയൊക്കെ മതി. എത്ര ബ്ലോക്ക് ഉണ്ട്? എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് എണ്ണിയില്ലല്ലോ. ഇത് എത്ര ബ്ലോക്ക് കാണും? ഞാൻ ഇവിടെ ഇങ്ങനെ പിള്ളേർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഇതൊന്ന് മുകളിലോട്ട് പിള്ളേർ 1 2 3 4 5 തെറ്റി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 18ആണെങ്കിൽ അങ്ങോട്ടും 18 ഉണ്ട്. അങ്ങോട്ട് 18 അല്ല, ഇവിടെ ഇത്ര ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 10 12 13 14 15 16 1 2 3 4 5 7 8 9 10 12 13. ടൈറ്റൻസ് ടവർ അങ്ങ് വലുതാണ്, പക്ഷേ ഇത് ചെറുതായിട്ട് ഉണ്ടാക്കുന്നോട്. ഇതിൻ്റെ അടി ഇത് ഞാൻ ചുമ്മാതെ ഉണ്ടാക്കുന്നത്. എൻ്റെ വേൾഡിൽ ടൈറ്റൻസ് കുറച്ച് ഹീറോസ് താമസിക്കുന്നു. ഒരു MG കൂടെ MG അടിച്ച് MG ഇതാർക്കും പറയാൻ പറ്റത്തില്ല. MG അല്ല എന്തെന്നോട്ടെ. MG അടിച്ചപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ വൂളൊക്കെ കാണും. അവളല്ല ഈ സംഭവം. പതിനെട്ട് കുഴപ്പമില്ല. എൻ്റെ എലിട്രയും എൻ്റെ ഈ റോക്കറ്റും എടുത്ത് പിന്നെ ഞാൻ കുറേ ഗ്രൈൻഡിങ് ചെയ്ത് ഒരു റോക്കറ്റ് കുറേ ഞാൻ ഒപ്പിച്ച്. മറ്റേ എൻ്റെ എന്താ ചെസ്റ്റ് മുഴുവൻ റോക്കറ്റും കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇവിടെ ഇങ്ങനെയായിട്ടല്ലേ എൻ്റെ ഇത്. ഇവിടെ ഇന്ന് ഞാൻ അങ്ങനെ കറങ്ങി വന്നു. ഇവിടെ ഇങ്ങനെ എൻ്റെ ബാക്കിയുള്ള കോഡ്സ് ബ്ലോക്കും എടുത്തുകൊണ്ട് പോവാം. പിന്നെ അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് അറിയാതെ ഞാൻ ടിവിയുടെ സൗണ്ട് ഫുള്ള് കൂട്ടി. സോറി ഞാൻ പറയൂല. എത്തി. ഇവിടെ ഇങ്ങനെ ഫുള്ള് ഫില്ലാക്കണം. ഞാൻ ബെഡ് വാർ കളിക്കുന്ന പ്രോയാ. ഞാൻ ബെഡ് വാറിൽ പ്രോ ആയി. എന്തുകൂടെ വെച്ചിട്ടും വരുന്നില്ല. ഗ്ലിച്ച്
വീക്കറ്റാക്ക ഇനി മറ്റേ ഇത് ഓണാക്കിയോണ്ട് ഞാൻ എന്ത് ചെയ്താലും മനസ്സിലാവും. ഇങ്ങനെ ചെയ്താൽ വീക്കറ്റാക്കല്ലേ? ഓ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഇതെന്തോ ഞാൻ സംഭവിച്ചു. ഞാൻ ഇന്ന ബ്ലോക്കല്ലല്ലോ മൈൻഡ് ചെയ്ത്. What's that? The landing, bruh. നീ എന്തോടാ അവിടെ ഇരിക്കുന്ന? നിൻ്റെ സ്ഥലം ഇതല്ല, എൻ്റെ സ്ഥലം ഇത് തന്നെയാണ്. ഇവിടെ ആയിട്ട് 3 ബ്ലോക്ക് വീണ് അത് 3 എടുത്ത് കൊച്ചിലാമ്പയുടെ ടെസ്റ്റർ മാറ്റിയില്ല ഇവർ. അത് ഞാൻ കണ്ടിട്ടില്ല. കൊച്ചിലാമ്പയുടെ ടെസ്റ്റർ ഇടാൻ നിൽക്കണം. കൊച്ചുമ്പോൾ പ്ലീസ് കുഴപ്പമൊന്നുമില്ല. കൊച്ചിലാമ്പയില്ല. ഇവിടെ ആയിട്ട് 3 ഇതും കൂടെ വയ്ക്കണം. I am a bedwar pro. I am a bedwar pro. bedwar 2 പൊട്ടിയ അതാണ്ട് എനിക്ക് തന്നെ ബ്ലോക്കും കൂടെ പൊട്ടുക. ഓക്കെ, ഇവിടെ ചെയ്തതുപോലെ ഇവിടെ ഇങ്ങനെ ആയിട്ടും ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്താൽ വരണം. സാധനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി തീർക്കാറായി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി. ഇനി ഇവിടെ ഇത്രയും മാത്രമല്ല, ഇനി ഇവിടെ ഫുള്ള് നമുക്ക് എന്തുവരും 97 ദിവസം. ഇനി ഇവിടെ ഫുള്ള് നമുക്ക് ഈ ബ്ലൂ സ്റ്റെയിൻഡ് ഗ്ലാസ് വെച്ച് അടയ്ക്കണം. 2 സ്റ്റാക്ക് ബ്ലൂ സ്റ്റെയിൻഡ് ഗ്ലാസ് കൊണ്ടുവരണം. അത്രയും മതിയെന്ന് തോന്നുന്നു. നമുക്ക് ഉള്ള ബ്ലൂ സ്റ്റെയിൻഡ് ഗ്ലാസ് എല്ലാം നമ്മുടെ കയ്യിലോട്ട് എടുത്തിട്ട് നമുക്ക് ബാക്കി നമുക്ക് ഉണ്ടാക്കാം. കുറേ അധികം കാര്യങ്ങളുണ്ട് എൻ്റെ കയ്യിൽ. ഇത്രയും ബ്ലൂ സ്റ്റെയിൻഡ് ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ഇവിടിങ്ങനെ തന്നെ നമുക്ക് കെട്ടിപ്പോക്കാം. ബ്ലൂ സ്റ്റെയിൻഡ് ഗ്ലാസിൻ്റെ സ്റ്റൂഡ് കാണാൻ പറ്റും. ഇനി ഇവിടെ ഫുള്ള് നമുക്ക് ഉണ്ടാക്കണം. ഇവിടെ ഫുള്ള് നമുക്ക് ഇനി ഈ ബ്ലൂ സ്റ്റെയിൻഡ് ഗ്ലാസ് വെച്ച് മറിക്കണം. അത്രയും മറിച്ചിട്ട് നമുക്ക് ഇതാ കാണാം. ഒരു സൈഡ് മുഴുവൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സൈഡെന്ന് വെച്ചാൽ ഈ ബോക്സ് ഇനി മേളത്ത് ഇത്രയും ബോക്സും കൂടെ ഉണ്ട്. വിചാരിച്ചതുപോലെയല്ല, ഈ ഗ്ലാസ് ഇച്ചിരി കൂടെ ഒന്ന് വലുതാക്കണമെന്നുണ്ട്. മേളോട്ട് കയറാനുള്ള സ്റ്റെയർ കേസൊക്കെ അതൊക്കെ പിന്നെ വയ്ക്കാം. ഇനിയിപ്പം മേളയും കൂടെ വെക്കാനുള്ള കുറച്ചും കൂടെ ഗ്ലാസ് എടുത്തുകൊണ്ട് നമുക്ക് മേപ്പോട്ട് പോകാം. മേളിൽ എന്തായാലും കുറേ വേണം ഉറപ്പ്. ഇനി നമുക്ക് മേളോട്ട് കയറാം. അതിനുള്ളിൽ ഞാൻ ഒരു കൊച്ചു തോമ്പി കണ്ട്. കൊച്ചു തോമ്പിന്ന് വെച്ചാൽ തോമ്പിയല്ല, കൊച്ചു ഡ്രൗണ്, പുതിയ ടൈപ്പ്. ഇത് താഴെ വരാണ്ട് ഇനിയും പോകും. പിന്നല്ല ഞങ്ങൾക്ക് 4 ബ്ലോക്ക് ഇതാണ്ട് ഞാൻ വെക്കുന്ന 1 2 3 4 ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത്.
എന്നാൽ പിന്നെ ഇച്ചിരി കൂടെ സ്പീഡിൽ ചെയ്യാം. എന്നാൽ പിന്നെ ഇത് ഫുള്ള് വെച്ചിട്ട് നമുക്ക് കാണാം. ഇതാ വരുന്നത് ടൈറ്റൻസിൻ്റെ ടവർ കംപ്ലീറ്റ് ആയില്ല. അടുത്ത എപ്പിസോഡിൽ ബാക്കി ചെയ്യാം. ഒരുവിധം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വെച്ചാവും ഒരു വീഡിയോക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി സ്പീർ മാസ്റ്റർ ഇല്ല നമ്മുടെ ഉമ്മാരെ കൊല്ലാനും തോന്നുന്നില്ല. ഒരു വെട്ട് കൊടുക്കണം. അയ്യോ എൻ്റെ ഫുഡും തീർന്നു. ഇത് പൊച്ചപ്പ് വരിക്കുക. എന്തോ ഒരു സൈഡിൽ മര, ഒരു സൈഡിൽ ഈ സൈഡിൽ മര, ഈ സൈഡിൽ മഴ, ഈ സൈഡിൽ വേലി. അല്ല ഈ സൈഡിൽ മഴയാ. ഇത് അല്ല ഈ സൈഡിൽ വേലി, ഈ സൈഡിൽ മഴ, ഈ സൈഡിൽ വേലി. ഇങ്ങനെ പറയത്തില്ലേ എന്ത് പറയുന്നു, ഈ ഭൂമി റൗണ്ട് ഇരിക്കുന്നത്. അതിനകത്ത് ഒരു ഭാഗത്ത് വെളിച്ചവും ഒരു ഭാഗത്ത് രാത്രി. അതേപോലെ ഇത് ഭൂമി വെട്ടിക്കയറിയിരിക്കുന്ന മഴയെ വരും. എനിക്ക് മഴയെ കാണണം. നമ്മൾക്ക് ഇങ്ങനെ ആഗ്രഹിക്കത്തില്ലേ ചില സമയത്ത് മഴയാണ്. എനിക്ക് മഴ പെയ്യാൻ തോന്നുന്നത്. ഞാൻ ഇനി എന്തോ ചെയ്യും. എനിക്ക് മഴ വേണം. മഴയെ തന്നെ തുണികളൊന്നും ഉണക്കാൻ പറ്റുന്നില്ല. ഇനി എന്തോ ചെയ്യും. എനിക്ക് വെയിൽ വേണം. വെയിൽ എല്ലാം ഉണ്ട്. ഇവിടാണ്ടൊക്കെ സ്കെലിറ്റൻ്റെ സോംബിയൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ ചാറ്റി കരുതി കാണിക്കുന്നുണ്ട്. ഇതിനായിട്ട് ഞാൻ എൻ്റെ ടവർ കാണിച്ചു തരാം നിന്നെ. ഇവിടോട്ട് വരാനായിട്ട് ഞാൻ മാപ്പോട്ട് കയറാൻ വേണ്ടി മാത്രമേ ഈ സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ കൂടെ ഇതിനകത്ത് കയറിയ മാപ്പോട്ടും ഇതിനകത്ത് കയറിയ താപ്പോട്ടും. ഇതിനകത്ത് ഇവിടെ ഇങ്ങനെയായിട്ട് അടുക്കള വരും. അത് ഞാൻ പിന്നെ ഉണ്ടാക്കാം. ഇവിടെ ഇങ്ങനെയായിട്ട് റോബിനൊക്കെ എഴുതി വെക്കണം. പിന്നെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ സമയമില്ല. കുറേ നേരം കൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുമോ. എല്ലാം കൂടെ യൂട്യൂബ് പറക്കിയിടട്ടെ. ഇതിൻ്റെ ഹെഡിങ് എന്തുവാണെന്ന് പറയട്ടെ. മേക്കിംഗ് ദ ടൈറ്റൻസ് ടവർ. നിങ്ങൾക്ക് ഈ ടവറിലോട്ട് വല്ലതും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ വല്ലതും വരിക. എനിക്ക് ഇതിൻ്റെ അടിയിലോട്ട് ഒരു മെഗാ റോബോട്ട് ഇല്ല, ടൈറ്റൻ്റെ മെഗാ റോബോട്ട്. അതിനെ ഉണ്ടാക്കണമെന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഈ എപ്പിസോഡല്ല പിന്നെ എന്തായാലും ഒരു ദിവസം കൂടെ അല്ലേ, 100ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് അതായിരിക്കാം. 99ാമത്തെ ദിവസമാണിത്. മൈൻക്രാഫ്റ്റ് 100ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്താൽ വരുന്നത്. ഇത്രയായി കുറേ നേരം കണ്ടിരിക്കുക. 99ാമത്തെ ദിവസത്തിൻ്റെ രാത്രി. അതുകൊണ്ട് ഈ ഒരു കൂടെ നോക്കുമ്പോൾ വേലി ഇങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഓടി നോക്കുക പെരവട്ട്. അതുകൊണ്ട് ഈ ഒരു കൂടെ നോക്കുമ്പോൾ മര, നമ്മൾ ഈ ഒരു കൂടെ നോക്കുമ്പോൾ മര. അയ്യോ നമുക്ക് ഈ തുണി കഴിയണോളൂ. ഒരു സ്പീർ ഡാഷ് മൂവും എടുത്തിട്ട് പോയിട്ട് ഇവിടെ ഞാൻ നോക്കുമ്പോൾ വേലി. ഇതെന്ത് സംഭവം പോയി നമ്മളറിയാനായിട്ട് അപ്പുറത്ത് ഒരു ഡാഷ് ഉപയോഗിച്ചുകൊണ്ട് പറക്കുമ്പം നമ്മൾ ഡാഷ് ഉപയോഗിച്ചില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ വരയേ. അയ്യോ ഇനി എന്തോ നമുക്ക് ബെഡ്റൂം വരെ പോയി ഉറങ്ങിയിട്ട് വരാം. ഇവിടെ എന്താ വേലി. അപ്പോൾ അപ്പുറത്ത് കണ്ട് എന്തുവാണ് വെച്ചിട്ട് ഡാഷ് മൂവ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ മര. പുറത്താളാക്കിയാൽ മതിയാണ് ബെഡ്റൂം. എന്നാൽ മരത്തിൽ ഇരിക്കാൻ ഉറങ്ങാനേ പറഞ്ഞിരിക്കും. കുന്തവും പിടിച്ചോണ്ടിരിക്കണണ്ടില്ല അമ്മ. കുന്തവും പിടിച്ച് അണ്ണൻ നിൽക്കുമേ മേ.
100ാമത്തെ ദിവസമാവും. ആവാറായി. ഇത് താരോട്ട് ഇറങ്ങി നോക്കാം. പേടിച്ചു ഇവിടെ ഇറങ്ങി. ഇവിടെ ഇങ്ങനെ ഒരു ടോർച്ച് വയ്ക്കുക. ഇതുപോലെ സോംബിയോ ക്രീപ്പറാണ് സ്പോണാക്കി ഇവിടെയായിട്ടുണ്ടല്ലോ. ക്രീപ്പർ വന്ന് ഇവിടെ ഇങ്ങനെ വന്ന് പൊട്ടിത്തെറിച്ച്. ഇപ്പം അഷ്ടമിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നേ. അതുകൊണ്ട് സൂര്യൻ പതി ഒതിക്കുന്നു. ഇപ്പം രാവിലെയാവും. ഇറങ്ങിപ്പോടാ കുടിയെന്ന്. ഇപ്പം രാവിലെയാവും. സൂര്യ ഉദിക്കുന്നു. ടൈറ്റൻസ് ടവർ ഇന്നുകൊണ്ട് രാവിലെയാവുന്നു. ചത്ത്. ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല. പെട്ടെന്ന് പോകും. ഇന്ന് മേളിൽ ഇന്ന് 100ാമത്തെ ദിവസം ആഘോഷിക്കണം. 100ാമത്തെ ദിവസം ഇന്ന് മേളിൽ തന്നെ ഇന്ന് ആഘോഷിക്കണം. 100ാമത്തെ ദിവസം ഇതാ വന്നെത്തിയിരിക്കുന്നു. 100ാമത്തെ ദിവസം. ഡേ കൗണ്ടറിൽ 90. സൂര്യൻ നല്ല വൃത്തി കുടിക്കുന്നില്ലേ? സൂര്യനെ കാണുന്നില്ല. നൂറ്. 100ാമത്തെ ദിവസം വന്നെത്തി. ധീര നിന്നോട് ചോദിക്കാറുണ്ടൊരു ധീര. 100ാമത്തെ ദിവസം. 100ാമത്തെ ദിവസം. നിങ്ങൾ കണ്ണി കണ്ടുകൂടാന്ന് വിചാരിക്കുന്നു. ഇത് 100ാമത്തെ ദിവസം. കണ്ടാൽ നിങ്ങൾ അത്രയും നല്ലത്. 100ാമത്തെ ദിവസത്തിൽ ബീഫ് ബിരിയാണി വെച്ച് നമുക്ക് ഇന്ന് ബീഫ് ബിരിയാണി പിന്നെ നിങ്ങളുടെ മുന്നേ വെച്ച ആദ്യത്തെ ഫുഡ്. 100ാമത്തെ ദിവസമായി. ഇനി 200ാമത്തെ ദിവസം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്ര മതിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ടാറ്റ ബൈ. ഇങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ ബൈ.